ദേ ആ കിട്ടണംകുട്ടിയെ കൊണ്ട് എങ്ങനെ കല്യാണം കഴിപ്പിക്കാൻ പ്ലാൻ വല്ലതും ഉണ്ടെങ്കിലേ അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. അതെന്താ കുഞ്ഞുലക്ഷ്മി നീ പോര് പറയണേ? കൃഷ്ണൻകുട്ടി ആയാലും മാധവൻകുട്ടി ആയാലും എനിക്ക് കണക്കല്ലേ? എങ്കിലും എത്രയും വേഗം ഇതങ്ങ് നടത്തണം. അല്ല, അമ്മൂന്റെ കല്യാണം കഴിഞ്ഞിട്ട് പോരെ? രണ്ടും ഒരുമിച്ച് നടത്താൻ എനിക്ക് എതിർപ്പൊന്നുമില്ല. രണ്ടും കൂടെ ഒരുമിച്ച് നടത്താന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അല്ല, ആ കുട്ടി സ്കൂളിൽ ജോയിൻ ചെയ്തിട്ട് പോരെ? മതി. അതിന് ഞാനൊരു വഴി പറയട്ടെ. ആ പിഷാരടി മാഷിന് റിട്ടയർഡ് ആവാൻ 6 മാസം കൊണ്ടല്ലേ ഉള്ളൂ. മാഷെ കൊണ്ട് ലീവ് എടുപ്പിക്കണം. 6 മാസത്തെ ശമ്പളം ഒന്നിച്ചങ്ങോട്ട് കൊടുക്കാന്ന് പറഞ്ഞാ പോരെ? അത് കൊള്ളാലോ. നീ ഞാൻ വിചാരിച്ചത് പോലെ അല്ലാട്ടോ. മാഷ് എന്താ വിചാരിച്ചേ? ഒന്നുമില്ല. എന്നാലും ഒന്നുമില്ലെന്നേ. എന്നാ ഞാൻ പറയട്ടെ മാഷ് എന്താ വിചാരിച്ച? എനിക്ക് ഇത്തിരി ബുദ്ധി ഉണ്ടെന്ന്. എന്നാ ഇനി ഒരു സത്യം പറയട്ടെ. എനിക്ക് ബുദ്ധിയുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയാവൂ. അതങ്ങനെ കൊട്ടിക്കൊഴിച്ചോ നടക്കുന്ന സ്വഭാവം ഒന്നും എനിക്കില്ലേ. എന്റെ ഈശ്വര. എന്താ മാഷേ? ഒന്നുമില്ല. ഈ മാഷയുടെ കാര്യം. മാഷ് വിളിച്ചോ? താൻ ആ പിഷാരടി മാഷെ വിളിച്ചേ? ഓ, അല്ല, കാലത്ത് തന്നെ തുടങ്ങിയോ? എന്താ തനിക്ക് അടിക്കണോ? അല്ല, ഞമ്മക്ക് വേണ്ട, ഹറാമല്ലേ. അല്ലേ ഇപ്പൊ ഞമ്മളെ വകയിലും വരില്ല ഒരു രൂപ ദശമൂലവിടെ. പിന്നെ ഞങ്ങളെ കുറുപ്പാശ് വിളിക്കുന്നുണ്ട്. എന്നെയോ? അതെ, മറ്റേ പാർട്ടി വന്നിട്ടുണ്ട്. ഏത് പാർട്ടി? നമ്മളെ വലിയ കോയിക്കലേന്ന്. ഓ, അത് ശരി. ഇതൊന്ന് അരച്ചു പോയിക്കൂടാന്ന് പോകുമ്പോ മൂപ്പര വിചാരം ദശമൂലഷ്ടത്തിന് ആർക്കും അറിയില്ല. എന്താ പാവം. ആ മാഷ് വന്നല്ല. ഇരുന്നോളൂ, ഇരുന്നോളൂന്നേ. മാഷ് ഇരുന്നോളൂ. വിനയം, അച്ചടക്കം, അധ്യാപക ജീവിതത്തിൽ ഇത് രണ്ടും വളരെ പ്രധാനമാണ്. അത് രണ്ടും കുട്ടിക്ക്. കുട്ടിയുടെ പേരെന്താ? രാധിക. ആ, രാധികയ്ക്കുണ്ട്. അത് ഉണ്ടാവാതെ വയ്യല്ലോ. വലിയ കോയിക്കല്ലേ സുധാകരവർമ്മയുടെ മകളല്ലേ? വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാ മാഷേ. മാഷിന്റെ സന്മനസ്സിന് നന്ദി ഒന്നും പറയണ്ട. സന്മനസ്സുകൊണ്ടല്ല ഞാൻ ഇതിനെ സമ്മതിച്ചത്, വൈയായിക കൊണ്ടാ. ഇപ്പോഴത്തെ കുട്ടികളോട് മല്ലടിക്കാനുള്ള ആരോഗ്യം എനിക്കില്ല. സത്യം പറഞ്ഞ മടുത്തു തന്നെ പറയാം. ഈ ജീവിതത്തിലാണെങ്കില്. അപ്പോഴേ തന്റെ പഴംപുരാണം കേൾക്കാനല്ല ഞാൻ വിളിപ്പിച്ചത്. നേരിട്ട് കണ്ട് കാര്യങ്ങൾ തീരുമാനിച്ച എനിക്കൊരു മനസമാധാനം ഉണ്ടാവില്ലോ എന്ന് വിചാരിച്ചിട്ടാ. മാഷ് പറഞ്ഞോട്ടെ, അനുഭവമുള്ളവരുടെ ഉപദേശമാകുമ്പോ. ഇങ്ങേരി തുടങ്ങിയാ പിന്നെ ഇപ്പോഴൊന്നൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവില്ല. ഞങ്ങള് തമ്മിൽ കൂടിയാൽ ഇങ്ങനെ തന്നെയാ. എന്നാ കേട്ടോ, ഞാൻ കാരണം തനിക്ക് ഒരു സമാധാനക്കുറവും വേണ്ട. സകല ഡിമാൻഡുകളും ഞാനിതാ ഇപ്പൊ തന്നെ അംഗീകരിച്ചിരിക്കുന്നു. പോലെ മതി. മണിയണ്ട. മാഷ് എന്ത് പറഞ്ഞു? ഈശ്വര അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായി. പിഷാരടി മാഷയുടെ കാര്യം ഞാനാ ഓർമ്മിപ്പിച്ചത്. ആദ്യം ഒന്ന് എടുത്തു ചാടി, പിന്നെ അങ്ങ് തണുത്തു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അതിനപ്പുറത്തേക്ക് ഒരു തീരുമാനം മൂപ്പർക്കില്ല. എന്താ, സന്തോഷായോ? ആ, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഉടനെ തീരുമാനിക്കാം. നല്ലൊരു ദിവസം നോക്കി മാഷെ ഞാൻ അങ്ങോട്ട് പറഞ്ഞയക്കാം. എനിക്ക് മനസ്സിലായില്ല. എന്ന് പറഞ്ഞാൽ ഈ ചടങ്ങുകളും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കും വരവും അല്ലേ? ആ, പോക്കും വരുമോ? അമ്മച്ചി കേറ്, ഒക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിശദമായിട്ട് പറയാം. അപ്പൊ ബാക്കിയെല്ലാം പറഞ്ഞതുപോലെ. ആ, ശരി. വരട്ടെ. വരട്ടെ. ഓ, പോയിട്ട് വരും. ജോലിയുടെ കാര്യം എന്തായി? ഒക്കെ ശരിയായി. ഉടനെ ജോയിൻ ചെയ്യാമെന്ന് മാഷ് പറഞ്ഞു. നന്നായി. അല്ലെങ്കിൽ ഞാനൊരു കാര്യത്തിൽ നിർബന്ധം പിടിച്ച അദ്ദേഹം നടത്തി തരാതിരിക്കില്ല. രാധികയുടെ ജോലിക്കാര്യം പറഞ്ഞപ്പോ കമാന്നൊരു അക്ഷരം പറയാതെ സമ്മതിച്ചു. കൃഷ്ണൻകുട്ടിയെ കൂടെ ഓർത്തിട്ടാ. അത് പിന്നെ പറയാനുണ്ടോ? രാധികക്ക് ജോലി കൊടുത്തേ പറ്റൂന്നും പറഞ്ഞ അവൻ ഒറ്റക്കാൽ ഒരേ നിൽപ്പല്ലേ. വല്ലാതെ വിഷമിക്കണുണ്ടാവും. വേഗം ചെന്ന് 2 കാലം നിന്നോളാൻ പറ, ഇല്ലെങ്കിൽ നീര് വീഴും. ഇതിനുള്ള മറുപടി ഞാൻ പിന്നെ പറഞ്ഞോളാം. അതാണ് ബുദ്ധി. ഇനിയിപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ ഉറപ്പിക്കാലോ. എല്ലാം ഉറച്ചു എന്നാണല്ലോ പിഷാരടി മാസ്റ്റർ പറഞ്ഞത്. അത് ഉറച്ചു. അതിനി മാറ്റമൊന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. ഞാൻ പറഞ്ഞത് മറ്റേ കാര്യ.
ആ കാര്യം ഈ കാര്യവും മറ്റേ കാര്യവും എല്ലാം അതൊന്നും ഇപ്പൊ നമ്മൾ ഇവിടെ വെച്ച് സംസാരിക്കുന്നത് ശരിയല്ല. നല്ലൊരു ദിവസം നോക്കി ഞാൻ മാഷ വീട്ടിലേക്ക് അയക്കാം. അതാണ് അതിന്റെ ശരി. എന്നാ സമയമായി, വേഗം നോക്കല്ലേ. ശരി. അപ്പൊ ബാക്കിയെല്ലാം പറഞ്ഞോലെ. കുഞ്ഞുലക്ഷ്മി, ഞാൻ ഇറങ്ങണോ? ഇറങ്ങാൻ വരട്ടെ, ഞാൻ താ വരുന്നു. ഒക്കെ നിന്റെ കയ്യിലായിരിക്കുന്നത്. ശ്രീരാമൻ ഹനുമാനെ ദൂത് വിട്ടതുപോലെയാ ഞാൻ നിന്നെ. വേണ്ട, എന്നെ ഹനുമാനാക്കിക്കൊണ്ടുള്ള ഉദാഹരണം ഒന്നും വേണ്ട. വേണമെങ്കിൽ ഒരു അരയനം ആക്കിക്കോ. അരയന്നോ അരയന്നോ. ആ മാധവൻകുട്ടി, പൊന്നുമോനെ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്നോട് നിനക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടോ? അച്ഛനോടോ? എനിക്കോ? എന്തു അച്ഛായി പറയുന്നത്? പിന്നെ എന്തിനാണ് ഇവന്റെ വണ്ടി വിളിച്ചോണ്ട് വന്നത്? കൊല്ലാനാണെങ്കിൽ വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? മാഷെ, അന്ന് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല മാഷെ. അപ്പൊ മനഃപൂർവ്വമായിട്ട് ഇറങ്ങിയിരിക്കല്ലേ? അയ്യോ, അങ്ങനെ പറയരുത്. അന്നത്തോടെ ഞാൻ ഓവർ സ്പീഡിങ് നിർത്തി. നിന്നെ എനിക്ക് വിശ്വസിക്കാമോ? വേണമെങ്കിൽ ചോദിച്ചു നോക്ക്. അച്ഛൻ ഒന്നും പേടിക്കണ്ട. ഇവൻ എന്നോടൊപ്പം കോളേജിൽ ഒരുമിച്ച് പഠിച്ചല്ലേ? കോളേജിലൊക്കെ പഠിച്ചിട്ട് താൻ എന്താണോ ഓട്ടോറിക്ഷ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുക? അതെ, ഈ സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവനാണ് ഞാൻ. ഞാൻ പിന്നെ കുറെ നാൾ മുൻപ് അങ്ങ് തുടങ്ങായിരുന്നില്ലേ? വെറുതെ കോളേജിൽ പോയി സമയം കളഞ്ഞ എന്തിനാ? അപ്പൊ അത് നീ മാഷിനോട് പറഞ്ഞിട്ടില്ലല്ലേ? ഇല്ല. അതെ, കോളേജിൽ പോയത് എനിക്ക് പറ്റിയ ഒരു തെറ്റാണ് മാഷെ. കിട്ടിയതാ ഈ സാധനം. ഇങ്ങോട്ട് നോക്കൂ. നീ എന്തായി കാണിക്കണേ? എന്റെ കല്യാണം നിശ്ചയിക്കാനല്ല ഞാൻ പോണത്. അങ്ങോട്ട് ഇറങ്ങിക്കടാ. ഓ, നിന്നെ ഞാനിപ്പോ ഒഴിയാ. അമ്പാട്ടാ. തേങ്ങാക്കോട. ദാ, പോ. എന്തിനാ നിർത്തിയേ? വിട്ടു പോകായിരുന്നില്ലേ? നിന്നോട് ആരാ പറഞ്ഞ ഇങ്ങനെ ഇരുന്നുള്ളാൻ? പിന്നെ രാവിലെ അവിടുന്ന് പുറപ്പെടാന്നല്ലേ അച്ഛൻ പറഞ്ഞത്? അപ്പൊ അങ്ങടല്ലേ വരണേ? ഓ എനിക്കറിയാം. വരാൻ സമ്മതിച്ചിട്ടുണ്ടാവില്ല ആ മുതുക്കി. വേണ്ട, നാവ് ചീച്ചാക്കണ്ട. നല്ലൊരു കാര്യത്തിന് പോണതാ. ഞാനിപ്പോ എന്താ വേണ്ടേ? എന്നെ ഇവിടെ കുഴിച്ചിടണോ അതോ അവിടെ കുഴിച്ചിടണോ? ഒരിടത്തും കുഴിച്ചിടണ്ട. ആ മുറുക്കാൻ ഇങ്ങോട്ട് തുപ്പിയേ. എന്തിനാ? തുപ്പ്. കൈ നീട്ടിക്കേ. നേർച്ച പായസാണ്. വായ കഴിയിട്ടില്ല. ഇനി അതും പറഞ്ഞ് ഒഴിയാൻ നോക്കണ്ട. നീ എന്താ ഉള്ള തന്നേക്ക്, ഞാൻ തിന്നോളാം. ഇല്ല. പിന്നെ പറഞ്ഞതൊക്കെ ഓർമ്മ. പറഞ്ഞതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കയറിക്കും. ഇതിനെ പിടിക്കാൻ കയറ്റുന്നത് എന്റെ പ്രതിനിധിയായ എന്തൊക്കെയാ വരുന്നുണ്ട്. ഞാൻ എന്തോ സമ്മേളനത്തിനും പോവാ. അല്ലെങ്കിൽ തന്നെ ഹെഡ് മാസ്റ്റർ പ്യൂണും കൂടെ ഒരുമിച്ച് പോണത് ശരിയാവില്ല. ഓഹോ, ഹെഡ്മാസ്റ്റർ ഓട്ടോറിക്ഷ ഡ്രൈവറും പോവല്ലേ? എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? വണ്ടിയുടെ ഗിയർ ആരിടും? ആ മൂപ്പര് ജീവന്റെ ലോട്ടില്. എന്റെ നീ മിണ്ടണ്ട. നിന്റെ വണ്ടി കണ്ടപ്പോഴേ എനിക്ക് ഉറപ്പായി. പിന്നെ എനിക്ക് പാര വെച്ച് അവനെ നീ മിടുക്കനാക്കാൻ നോക്കരുത്. അയ്യോ ജ്യേഷ്ഠ, ഞാൻ പറഞ്ഞു വേണ്ട, വന്നത്. അവസാനിപ്പിക്കേ. തനിക്കിപ്പോ എന്താ വേണ്ടേ? ഈ സാധനം എടുത്ത് വെക്കണം. അക്കരി അല്ല, പെങ്ങള് കയറണം. പെങ്ങളെ, ഞാൻ മെയിൻ ആയിട്ട് ചൂടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, മെയിനായിട്ട് നിനക്ക് ഞാൻ ശരിയാക്കി തരാം ഞാൻ. നമസ്തേ സാറേ. സാർ ആളൊരു രസിക്കന. ജീവിതാവുമ്പോ ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാവും. അന്തസ്സും അഭിമാനവും പണയം വെക്കാതെ ഒരു കുടുംബം തീറ്റിപ്പോറ്റി കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ സുഭദ്ര. ഒരു കുടുംബോ? രണ്ട് കുടുംബത്തിന്റെ വിഷമം ഫുള്ളായിട്ട് അറിയുന്ന ആളാണ് മാഷ്, അല്ലേ? വേണ്ട. അല്ല, മാഷ് ജീവിതാനുഭവങ്ങൾ ഏറെയുള്ള ആളാന്ന് പറഞ്ഞതാ. ഞാൻ വന്നത് മറ്റേ കാര്യത്തെ കുറിച്ചൊരു തീരുമാനം അറിയാനാ. പറയുന്നുണ്ടെന്ന് തോന്നരുത്. സത്യം പറഞ്ഞ ഞങ്ങൾ രണ്ടാളും സ്കൂളിൽ നിന്ന് പോകുന്നത് മുതൽ ഈ മറ്റേ കാര്യം എന്താന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുക. എന്താടോ ഇത്? താനല്ലേ പറഞ്ഞു ഇവർക്ക് താല്പര്യം ഉണ്ടെന്ന്? അതെ, അതായത് ഈ ആണുങ്ങൾക്കുള്ള സ്ത്രീകളെടുത്ത് പെങ്ങളെ കെട്ടിക്കൽ ഒരു പുതിയ കാര്യമൊന്നുമല്ലല്ലോ. ആങ്ങളിക്കുള്ള സ്ത്രീധനോ? അതേന്ന് ഒന്നും വന്നാട്ടെ. അവിടെ ഇരുന്നാ മതി. അവരിപ്പോ വരും. കാപ്പി. ജാതിയ കുട്ടീനെ കൃഷ്ണൻകുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ കുറുപ്പ് മാഷക്ക് താല്പര്യമുണ്ട്. നിങ്ങൾ കൊടുത്ത 40,000 ഉറുപ്പ കൊണ്ടാണ് അമ്മുക്കുട്ടിയുടെ കാര്യങ്ങൾ കുറുപ്പ് മാഷ് ഒരു ഉറപ്പിലാക്കിയത്. അത് രാധികക്ക് വേണ്ടി കൊടുത്ത സ്ത്രീധനാണ് കുട്ടിക്കോളി. ഈശ്വരാ, മുടക്കൊന്നും പറയരുത്. കൈ വന്ന ഭാഗ്യം തട്ടിക്കളയരുത്. ഒരു ടിക്കറ്റിന് 2 സമ്മാനം അടിച്ച മാതിരിയാ. ഒരു ജോലിയും ഒരു ഭർത്താവും. ഒരു മിനിറ്റ്. പറഞ്ഞോളേ. ഇവിടെ അല്ല, അവിടെ ചെല്ല്. ഞാനിപ്പോ വരാം. കുറുപ്പ് മാഷിന്റെ മകനുണ്ടല്ലോ മാധവൻകുട്ടി, അവനെ കൊണ്ട് രാധികയെ വിവാഹം കഴിപ്പിച്ചാൽ കൊള്ളാമെന്ന് മാഷിനൊരു മോഹമുണ്ട്. ആ ടീച്ചറിന് ഇക്കാര്യത്തിൽ പൂർണ്ണ സമ്മതമാണ്. മാധവൻകുട്ടിയാണെങ്കിൽ രാധിക അല്ലാതെ വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞ് ശപഥം ചെയ്തിരിക്കുക. അതിപ്പോ ഒക്കെ ഒന്ന് ശരിയായിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ ഇതുവരെ ഒന്നും മിണ്ടാതിരുന്നത്. അമ്മച്ച ഒന്നും മിണ്ടണ്ട, നമുക്ക് ആലോചിച്ച് സൗകര്യം പോലെ നടത്താം. വന്ന എന്താ മറ്റേ കാര്യം എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായി.
രാധികയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ എനിക്ക് സമ്മത. മാത്രല്ല ഇങ്ങനൊരു ആലോചന വന്നത് എന്റെ മോളുടെ ഭാഗ്യം എന്നാ ഞാൻ കരുതണേ. പക്ഷേ രണ്ടുപേരിൽ ആർക്കു വേണ്ടിയാന്നുള്ള തീരുമാനിക്കേണ്ടത്? അല്ല, ഇതിലിപ്പോ പ്രത്യേകിച്ച് എന്താ തീരുമാനിക്കാനുള്ളത്? മാധവൻകുട്ടിയാണല്ലോ മൂത്തത്, അപ്പൊ ഫിക്സ് ഫിക്സ്. എന്ത് ഫിക്സ്? ഇവിടെ മൂത്ത എന്നുള്ള പ്രശ്നമൊന്നുമില്ല. മാധവൻകുട്ടി ജനിച്ചത് എങ്കിലും ആദ്യം ജനിച്ചത് മാധവൻകുട്ടിയാണല്ലോ. എനിക്ക് രണ്ടാളും ഒരുപോലെ എന്നൊക്കെ പറഞ്ഞ അവര് തമ്മിൽ ഒരു അംഗം വെട്ടി നോക്കിയാലോ? അംഗം വെട്ടാൻ അവന്മാരെന്താ ചേകോന്മാരാ? എന്നാ പിന്നെ കരാട്ടാവല്ലേ മാഷെ? അതിലും നല്ല ലക്കടിപ്പാ. ലക്കിടിപ്പാ. ആ നീ ലോട്ടറി നറുക്കെടുക്കും പോലെ. അയ്യ, ഇയാള് അംഗം വെട്ടും നറുക്കെടുപ്പ് ഒന്നും വേണ്ട. ഇവളുടെ ജാതകം ആർക്കാ ചേരുന്നെന്ന് വെച്ചാ അത് നടത്താൻ എനിക്ക് സമ്മത. അതാണ് അതിന്റെ ശരി. എന്റെ പരിചയത്തിൽ ഒരു കണിയാറുണ്ട്. കാര്യം പറഞ്ഞ കറക്റ്റ് മീറ്ററാ. ഒരു പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവില്ല. മീറ്റർ പോയിന്റ് ഒക്കെ വെച്ച് പറയാൻ എന്റെ ഓട്ടോറിക്ഷ മാറ്റാണ്. വേണ്ട, ആരും കയർ പൊട്ടിക്കണ്ട. പൊരുത്തം നോക്കി കൃത്യമായിട്ട് പറയണ ഒരാളെ എനിക്കറിയാം. രാധികയുടെ ജാതകം തന്നയക്കുന്നോണ്ട് വിരോധമുണ്ടോ? എനിക്കൊരു വിരോധവും ഇല്ല. പ്രതിനിധികൾക്ക് തൃപ്തിക്കുറവൊന്നുമില്ലല്ലോ. സന്തോഷേ ഉള്ളൂ. കൃഷ്ണൻകുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിക്കും. മാധവൻകുട്ടി ഞാൻ പറയുന്നതിനപ്പുറം നിൽക്കില്ല. മതി. തന്റെ പേരെന്താ? അത് മാഷിക്കാരനൂടെ. ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാ മതി. നമ്മളെ പേര് അന്ത്രു. തന്റെയോ? മണികണ്ഠൻ. തന്നോട് ചോദിച്ചില്ല. നെക്സ്റ്റ്. PKS മണികളാ. എന്നാ എന്റെ പേര് കുറുപ്പുമാഷെന്ന. മുല്ലേത്ത് ബാലകൃഷ്ണ കുറുപ്പ്. മാധവൻകുട്ടിയുടെയും കൃഷ്ണൻകുട്ടിയുടെയും അച്ഛൻ ഞാനാ. അവരോട് ഇക്കാര്യം പറയാൻ പ്രത്യേകിച്ച് വില കുറഞ്ഞ ബ്രോക്കർമാരുടെ ആവശ്യമില്ല. ബ്രോക്കർ. ബ്രോക്കർ